ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുമ്പോൾ പല കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. ഇപ്പോഴവിടെ ഒരു പ്രധാന ചർച്ചാ വിഷയം ആയിരിക്കുന്നത് തേജസ്വി യാദവ് വലിച്ചെറിഞ്ഞ ഒരു കുപ്പിയാണ്. ഈ കുപ്പി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കുകയാണ്, അവിടെ വലിയ ചർച്ചാ വിഷയമാവുകയാണ്. അപ്പോൾ തേജസ്വി യാദവാണ് അവിടെ ബീഹാറിലെ പ്രതിപക്ഷ സഖ്യത്തെ നയിക്കുന്നത്. മഹാസഖ്യം ഇപ്പോൾ ഈ ഒരു വിഷയം കൊണ്ട് വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തേജസ്വി പ്രാൺ പത്ത് അവർ പുറത്തിറക്കിയത്. അപ്പോൾ ബീഹാറിന് വേണ്ടിയുള്ള തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന രീതിയിൽ ഒരു പ്രകടന പത്രിക അവർ പുറത്തിറക്കിയിരുന്നു. അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഈ കുപ്പി വിവാദത്തിൽ തേജസ്വി കുടുങ്ങുന്നത്. നമുക്കറിയാം, ബീഹാറിലെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് തേജസ്വി അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഒരു കുപ്പി എങ്ങനെ ചർച്ചാ വിഷയമായി എന്നത് പലരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ മാലിന്യം നിക്ഷേപിക്കുന്നതാണോ ശരിയായ ഒരു രീതി എന്ന തരത്തിലാണിത് പ്രചരിക്കുന്നത്. ഈ വീഡിയോ വൈറൽ ആവുകയും ചെയ്തു. അപ്പോൾ രാഷ്ട്രീയ ജനതാദൾ നേതാവും മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ഒക്കെയായ തേജസ്വി യാദവ് ഒരു പ്ലാസ്റ്റിക് കുപ്പി ചവറ്റുകൊട്ടയിൽ ഇടുന്നതിന് പകരം അത് അലക്ഷ്യമായി വലിച്ചെറിയുന്നു എന്നാണ് ആക്ഷേപം. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ചോദിക്കുന്നു. അപ്പോൾ ഈ ക്ലിപ്പ് ഇട്ടതിന് ശേഷം പലരും അതിന് കീഴിൽ കമൻറ്റ് ചെയ്യുകയാണ്. രാഷ്ട്രീയ എതിരാളികളുണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും ഒരേപോലെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ ബീഹാറിൽ ശുചിത്വം തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നത് തന്നെ ഒരു പോസിറ്റീവായ കാര്യമാണ്. കാരണം പലപ്പോഴും ബീഹാറിൽ മറ്റു പല വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദമാകുന്നത്. അപ്പോൾ ശുചിത്വം ഒരു വലിയ വിവാദമാകുന്നു. ബീഹാറിലെ ആളുകൾ ശുചിത്വത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു എന്ന് വേണം ഒരുപക്ഷെ ഈ വിവാദത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതിൽ അവർ ചോദിക്കുന്നൊരു ചോദ്യം, ബീഹാറിലെ സാധാരണക്കാരായ വിദ്യാസമ്പന്നരായ ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ശുചിത്വ യജ്ഞം പ്രഖ്യാപിച്ചിരിക്കുന്നു, സ്വച്ഛ് ഭാരത് അഭിയാൻ. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും കൂടുതൽ ശുചിത്വത്തിലേക്ക് നീങ്ങണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നേതാവിൻ്റെ പ്രകടനം കണ്ടോ? ഇന്ത്യയെ വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ പ്രതിജ്ഞാബദ്ധനായ ഒരു നേതാവ് ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത്. ചിലരിങ്ങനെ പറയുന്നു, ഒരു വശത്ത് രാജ്യം ഒരു ശുചിത്വ പ്രചാരണം നടത്തുന്നു, മറുവശത്ത് മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന ഒരാൾ പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചെറിയുന്നു, അത് എല്ലാവർക്കും മുന്നിൽ തന്നെ ചെയ്യുന്നു, അപ്പോൾ അദ്ദേഹം ബീഹാറിൽ മാലിന്യം വിതറുകയാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള കമൻറ്റുകളാണ് ഇതിന് താഴെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ അലക്ഷ്യമായി പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുന്ന ഒരാൾക്ക് ബീഹാറിനെ എങ്ങനെ വൃത്തിയുള്ളൊരു സംസ്ഥാനമായി സംരക്ഷിക്കാൻ കഴിയും എന്ന ചോദ്യം അവർ ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ മഹാസഖ്യം പറയുന്നത് ബീഹാറിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും എന്നാണ്, പുതിയൊരു ദർശനം ബീഹാറിന് നൽകും എന്നാണ്. പക്ഷേ അങ്ങനെ പറയുന്ന മഹാസഖ്യത്തിൻ്റെ പ്രവൃത്തി കണ്ടോ എന്ന തരത്തിൽ ഒക്കെ അവരിത് വലിയ വിഷയമാക്കി ഉയർത്തി കാണിക്കുന്നു. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, കോൺഗ്രസ് മറുവശത്ത് ഈ ശുചിത്വത്തെക്കുറിച്ച് ഒക്കെയുള്ള വലിയൊരു പ്രചരണം നടത്തുന്നുണ്ട്. അത് ആർത്തവ ശുചിത്വ ബോധത്തെ സംബന്ധിച്ചാണ്. ബീഹാറിൽ ഒരു ആർത്തവ ശുചിത്വ ബോധം വേണം എന്ന നിലപാട് കോൺഗ്രസ് ഈ പ്രചരണ ഘട്ടത്തിൽ ഉടനീളം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിനായി അവർ ഈ സ്ത്രീകൾക്കിടയിൽ ഈ ആർത്തവകാലത്ത് ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു തന്ത്രമാണെങ്കിൽ കൂടിയും ശുചിത്വത്തിനൊരു പ്രാധാന്യം നൽകുന്ന, പ്രത്യേകിച്ച് ഈ ആർത്തവ ശുചിത്വത്തിനൊരു പ്രാധാന്യം നൽകുന്ന രീതിയാണ് കോൺഗ്രസ് അവലംബിച്ചിരിക്കുന്നത്. അതാണ് പാർട്ടിയുടെ ശ്രമം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് 5 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഇത്തരം പാഡുകൾ കോൺഗ്രസ് വിതരണം ചെയ്തിരിക്കുന്നു. അത് സ്ത്രീകൾക്ക് ഒരു ഗുണകരമായൊരു കാര്യമാണ്. പക്ഷേ അവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഈ പെട്ടികൾക്ക് മുകളിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശുചിത്വബോധം വളർത്തുക എന്നതിൻ്റെ കൂടെ ഈ ഒരു കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവും നടത്തുക. അപ്പോൾ സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യുന്നതിനോടൊപ്പം അതിൽ രാഹുൽ ഗാന്ധിയുടെ പടമൊട്ടിക്കുന്നു. ഒപ്പം കോൺഗ്രസിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ അവർ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ തുടർന്നുള്ള ചില സൂചനകളും സാനിറ്ററി പാഡുകൾ വഴി നൽകുക എന്ന അവർ ഒരു രീതി അവലംബിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു ക്രിയാത്മകമായ ഒരു പ്രചരണ രീതിയാണ്. കാരണം വഴിയിലൊക്കെ ബോർഡ് വെച്ച് ആളുകളെ ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം വളരെ ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം നൽകി അതുവഴി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്ത്രീകളിലേക്കും അതുപോലെ ഉള്ള ആളുകളിലേക്കുമൊക്കെ എത്തിക്കുക, ഒപ്പം ഒരു ശുചിത്വബോധം വളർത്തുക എന്ന ഒരു നീക്കം കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിയദർശിനി ഉദാൻ യോജന എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് ഈ ആർത്തവ ശുചിത്വം അതിനെ സംബന്ധിച്ചുള്ളൊരു അവബോധം
ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ, പെൺകുട്ടികൾക്കിടയിൽ ഒക്കെ വളർത്തുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ശുചിത്വം ബീഹാറിൽ ഒരു വലിയ ചർച്ചാ വിഷയമായി ഉയരുകയാണ്. അപ്പോൾ വിശാലമായ അർത്ഥത്തിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് ഈ ശുചിത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാകണം എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനം അതിൻ്റെ കൂടെ വരുന്നു. അപ്പോൾ സാനിറ്ററി പാഡ് ബോക്സുകളിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഇട്ട് അതിനെ സംബന്ധിച്ച ഒരു വിവാദം അപ്പുറത്ത് ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഈ സാനിറ്ററി പാഡിൽ പതിപ്പിച്ചത് ബീഹാറിലെ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് വരുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഒരു സ്ത്രീവിരുദ്ധ പാർട്ടിയാണ്, ബീഹാറിലെ സ്ത്രീകൾ കോൺഗ്രസിനെയും RJDയും ഒക്കെ ഒരു പാഠം ഇതുകൊണ്ട് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷത്ത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് അതൊരു നല്ല നീക്കമായി വേണമെങ്കിൽ കരുതാം. പക്ഷേ ഇത് സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് കോൺഗ്രസിനുള്ളത് എന്നൊക്കെയാണ് മറുവിഭാഗം പറയുന്നത്. അപ്പോൾ BJPയുടെ ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി തന്നെ എക്സിൽ ഇത് സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടു. ഇത് അവിടുത്തെ സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്, രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോയും വെച്ച് ഇങ്ങനെ സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യുന്നത് എന്ന തരത്തിൽ ഒക്കെയുള്ളൊരു പ്രചരണം അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസും RJDയും ഈ മഹാസഖ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു വശത്ത് കോൺഗ്രസ് ഇങ്ങനെ ആർത്തവകാലത്ത് ശ്രദ്ധിക്കേണ്ട ശുചിത്വ ബോധത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, മറുവശത്ത് തേജസ്വി ഒരു കുപ്പി അലക്ഷ്യമായി വലിച്ചെറിയുന്നു എന്നതും ഒക്കെ ചർച്ചാ വിഷയമാവുക. സാധാരണ തെരഞ്ഞെടുപ്പിൽ പലതരം ആരോപണങ്ങൾ ഉയർന്നു വരാറുണ്ട്, സർക്കാരിനെ വിമർശിക്കാറുണ്ട്, ഒപ്പം ചില വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ബീഹാറിൽ ശുചിത്വം ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി വരുമ്പോൾ അത് നമ്മുടെ രാജ്യം എത്രമാത്രം ഈ ശുചിത്വം അർഹിക്കുന്നു, അല്ലെങ്കിൽ അതിന് എത്രമാത്രം പ്രാധാന്യം നൽകണം എന്ന ഒരു കാര്യം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ ഈ കാര്യം ഓർക്കാൻ കാരണം, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വെച്ച് ഒരു മുട്ടായി തിന്നുകയും അതിൻ്റെ കവർ പുറത്തേക്ക് ഇടുകയും ചെയ്തു. അപ്പോൾ അന്ന് അത് കണ്ടു നിന്ന ഒരു വിദേശ പൗരൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ കടലാസ് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇന്ന് ഓർക്കുകയാണ്: നിങ്ങളുടെ രാജ്യം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്, അത് ഇങ്ങനെ വൃത്തികേടാക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അയാളോട് അന്ന് തന്നെ ക്ഷമാപണം നടത്തി, പിന്നീട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കാൻ ഉള്ളൊരു ശ്രമവും നടത്തി. അപ്പോൾ പക്ഷേ ഈ ശുചിത്വം എന്നത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ സർക്കാരുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി ഒരു വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രചരണം കൊണ്ടുവരിക എന്നത് പലപ്പോഴും കണ്ടിട്ടില്ല. ഏതായാലും ഇത്തവണ ബീഹാർ പോലൊരു സംസ്ഥാനം ശുചിത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമാക്കുന്നു എന്നതിൻ്റെ അർത്ഥം തന്നെ ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നത്, അതിൻ്റെ പ്രാധാന്യം, അത് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നതിൻ്റെയൊക്കെ ഒരു സൂചനയായി വേണം കാണാൻ. കൂടുതൽ മനോഹരമായ ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഭംഗിയും അതിൻ്റെ ഒരു പൈതൃകവും ഒക്കെ സംരക്ഷിക്കാൻ, ഇതിനെ മനോഹരമായി തന്നെ നിലനിർത്താൻ ഒക്കെ വേണ്ടി ഈ ശുചിത്വം ഒരു വലിയ ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പിൽ വന്നതിനെ നമുക്ക് വളരെ ക്രിയാത്മകമായി കാണാം.